ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ സീരിയൽ അനുഭവം. അതായത് സീരിയലിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അതും ഞാൻ എത്തിയത് എനിക്ക് മറ്റേ സീ കേരളത്തിൽ നമ്മുടെ മാനത്തെ കൊട്ടാരം എന്നൊരു സീരിയലാണ് എനിക്ക് അഭിനയിക്കേണ്ട ഒരു ചാൻസ് കിട്ടിയത്. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ ആദ്യമേ തന്നെ ചെന്നപ്പോൾ തന്നെ ഒരു 8 മണി ആ ടൈം ആകുമ്പോഴേക്കും തന്നെ ക്യാമറ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒന്ന് നോക്കി കിടന്ന് കണ്ടു. അവിടെ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു മരം, വലിയൊരു മരമുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഒരുപാട് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെയാണ് ഇവിടെ. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മിക്ക സിനിമകളുടെയും വെട്ടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ്. ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം അവിടെ ചെല്ലുന്ന ടൈമിൽ തന്നെ അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ, ഔട്ട്ഡോർ യൂണിറ്റ്, ഡബ്ബിംഗ് ഇഫക്റ്റ്, ഡോളി എഫക്റ്റ്, സൗണ്ട് മിക്സിങ് എല്ലാം ഉണ്ട് അവിടെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ ടൈമിൽ തന്നെ 1-2 സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അസിസ്റ്റൻസ് അത് അവരുടെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളൊരു ഫുഡ് കഴിക്കുകയാണ്. രാവിലത്തെ നമ്മുടെ പിള്ളേരെല്ലാം റെഡിയാണ്. ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലത്തെ തന്നെ. ഇതാണ് അഭിരാജ്, നമ്മുടെ ചങ്ക്, ഇതിൻ്റെ അസോസിയേറ്റീവാണ്. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അകത്ത് രാവിലെ കയറാനായിട്ടുള്ളൊരു അവിടെ ഓപ്പൺ അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയവരുടെ ഫോട്ടോസ് ഉൾപ്പെടെ ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരുടെയും, ബാലേന്ദ്രമേനോൻ, എല്ലാവരുടെയും ഫോട്ടോസ് അവിടെ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ എയർപോർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് പ്ലെയിനൊക്കെ തൊട്ടടുത്ത് തന്നെ മുകളിൽ കൂടി പോകുന്നത് കാണാൻ പറ്റി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ ഷൂട്ടിംഗ് സ്പോട്ട്. അതായത് പിന്നെ നമ്മുടെ വെട്ട സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് ഷൂട്ടൊക്കെ നടന്നത് ഇവിടെയാണ്. ഇത് നമ്മുടെ വിപിനാണ്, അതായത് ശ്യാം എന്ന ക്യാരക്ടർ ചെയ്യുന്നത് മാനത്തെ കൊട്ടാരത്തിലെ നമ്മുടെ ഫ്രണ്ടാണ്. അവനുമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് നോക്കി കണ്ടു. അത്യാവശ്യം ഭയങ്കര വലിപ്പത്തിൽ വലിയൊരു ഗോഡൗൺ ആയിരുന്നത്. അവിടെ പുതിയ ഏതോ ഒരു വർക്കിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണല്ലേ പ്രേംനസീറും ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട്. ഓക്കെ, ഇവിടെ അത്യാവശ്യം സെറ്റൊക്കെ ഇവിടെ ആയിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത്. ICUവിൻ്റെ ഒക്കെ സെറ്റപ്പ് ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ കാണാൻ പറ്റി. ICU ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ TSI സാർ, ഡയറക്ടർ സാർ വന്നു. അപ്പോൾ പൂജ നടക്കുകയാണ്. ഫസ്റ്റ് ഷോട്ട് തുടങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആർട്ട് വന്ന് പൂജ എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു അമ്പലത്തിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നേരത്തെ ഒരുപാട് കാടായിരുന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അതെല്ലാം അവിടെ എന്തോ നമ്മുടെ ഈ വിമാനത്താവളത്തിൻ്റെ എന്തോ ഒരു ലാൻഡ് ചെയ്യുന്നതിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മിക്ക മരങ്ങളും അവർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ ആർട്ടിൻ്റെ പിള്ളേർ വന്നിട്ട് ആ അമ്പലം വീണ്ടും ഒന്നുകൂടി അമ്പലത്തിലൊരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിനുശേഷം നമ്മുടെ മേക്കപ്പ് മാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം വിപിനെ പിന്നെ പുറകെ ഇരിക്കുന്ന ജയ്യാണ്. വിപിനെ മേക്കപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റെ മേക്കപ്പായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഷോട്ട് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൊടുത്തിട്ട് അതൊന്ന് ഷോട്ടിൻ്റെ അവർ ഷൂട്ട് ചെയ്യുന്ന ഒന്ന് നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ അതായത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അവരെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചതാണ്.